शांति। അവ്യക്ത ബാബ്ദാദ 26/3/70. മുരളിയുടെ സാരം മഹാരഥീപ്പൻ കെ ഗുണ ഔർ കർത്തവ്യ. മഹാരഥിയുടെ ഗുണവും കർത്തവ്യവും. आज बोलना है व बोलने से परे जाना है. ഇന്ന് സംസാരിക്കണോ അതോ സംസാരത്തിനുപരി പോകണമോ? बोलने से परे अवस्था अच्छी लगती है व बोलने की अच्छी है. സംസാരിക്കുന്നതിന് അഥവാ ശബ്ദത്തിനുപരിയായിട്ടുള്ള അവസ്ഥയാണോ നന്നായി തോന്നുന്നത്, അതോ സംസാരത്തിൽ വരുന്നതാണോ നല്ലതായി തോന്നുന്നത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞ് ദോനു. ജാദാ കോൻസി അച്ചി ലഗ്തി. കൂടുതൽ ഇഷ്ടം ഏതാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. അതായത് ശബ്ദത്തിൽ വരുന്ന സ്ഥിതിയാണോ അതോ ശബ്ദത്തിനുപരിയായിട്ടുള്ള സ്ഥിതിയാണോ, രണ്ടിലേതിലാണ് കൂടുതൽ താല്പര്യം എന്ന് ബാബ ചോദിക്കുകയാണ്. बोलते हुए भी बोलने से परे की स्थिति हो सकती है. സംസാരിച്ചുകൊണ്ടും ശബ്ദത്തിനുപരിയായിട്ടുള്ള സ്ഥിതി സാധിക്കുമോ? ശബ്ദത്തിൽ വന്നുകൊണ്ടും ശബ്ദത്തിനുപരിയായിട്ടുള്ള സ്ഥിതി അങ്ങനെ ആക്കിയെടുക്കാൻ സാധിക്കുമോ? दोनों का साथ हो सकता है व जब न बोले तब परे अवस्था हो सकती है. രണ്ടും ഒപ്പം സാധിക്കുമോ അതോ സംസാരിക്കാതിരിക്കുമ്പോൾ മാത്രമേ ഉപരിയായിട്ടുള്ള അവസ്ഥ സാധിക്കുകയുള്ളൂ? ശബ്ദത്തിൽ വന്നുകൊണ്ടും നിശബ്ദതയുടെ സ്ഥിതി അത് പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ സാധിക്കുമോ അതോ ശബ്ദിക്കാതിരിക്കുമ്പോൾ, അതായത് സംസാരിക്കാതിരിക്കുമ്പോൾ അതിന് ഉപരിയായിട്ടുള്ള അവസ്ഥ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ? ഹോ സക്തി ഹേ തോ കബ് ഹോഗി. അങ്ങനെ സാധിക്കുമെങ്കിൽ അതിന് എപ്പോഴാകും? ഇസ് സ്ഥിതി മേ സ്ഥിത് ഹോനെ കെ ലിയെ കിത്തന സമയ ചായി. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിന് എത്ര സമയം വേണം? അബ് ഹോ സക്തി ഹെ. ഇപ്പോഴത് സാധിക്കുമോ? കുച്ച് മാസ് വാ കുച്ച് വർഷ ചാഹിയെ. കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷം തന്നെ ഇനി വേണോ? प्रैक्टिस अभी शुरू हो सकती है कि कारोबार में नहीं हो सकती. പ്രാക്ടീസ് ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ കഴിയുമോ അതോ കാര്യങ്ങളുടെ ഇടയിൽ അത് ചെയ്യാൻ പറ്റില്ലേ? അഗർ ഹോ സക്തി ഹേ തോ അബ് സേ ഹി ഹോ സക്തി ഹേ. അഥവാ സാധിക്കുമെങ്കിൽ അത് ഇപ്പോൾ തന്നെ സാധിക്കുമോ? ഇപ്പോൾ മുതൽ തന്നെ അത് സാധിക്കുമോ? ശബ്ദത്തിൽ വന്നുകൊണ്ടും നിശബ്ദമായിട്ടുള്ള ഒരവസ്ഥ ഇപ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ? കാര്യങ്ങൾ ചെയ്തുകൊണ്ടും. അതാണ് ബാബ ചോദിക്കുന്നതിൻ്റെ സാരം. जो महारथी कहलाए जाते हैं उनकी प्रैक्टिस और प्रैक्टिकल साथ साथ होना चाहिए. ആരാണോ മഹാരഥി എന്നറിയപ്പെടുന്നത് അവരുടെ പ്രാക്ടീസും പ്രാക്ടിക്കലും രണ്ടും ഒപ്പം വേണം. महारथी और घोड़ेसवार में अंदर ही यह होता है. മഹാരഥികളും കുതിരപ്പടയും തമ്മിലുള്ള അന്തരം തന്നെ ഇതാണ്. महारथियों की निशानी होंगी प्रैक्टिस की और प्रैक्टिकल हुआ. മഹാരഥികളുടെ ലക്ഷണം തന്നെ ഇതാണ്. പ്രാക്ടീസ് ചെയ്തു അപ്പോൾ തന്നെ പ്രാക്ടിക്കലായി. घोड़ेसवार
प्रैक्टिस करने के बाद प्रैक्टिकल में आएंगे और प्यादे प्लान्स ही सोचते रहेंगे यह अंदर होता है. കുതിരപ്പടകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കൽ വരും. പിന്നെ കാലാൾപ്പടകൾ പ്ലാനുകൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് അന്തരം. മഹാരഥിയും കുതിരപ്പടയും കാലാൾപ്പടയും തമ്മിലുള്ള വ്യത്യാസം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. മഹാരഥി എന്ന് പറയുന്നവർ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പ്രാക്ടിക്കലാവും. പിന്നെ ഘോഡേസവാർ അതായത് കുതിരപ്പട പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കലിൽ വരും. പിന്നെ കാലാൾപ്പട അവർ പ്ലാനുകൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, പ്രാക്ടിക്കലിൻ്റെ കാര്യം വരികയില്ല എന്ന്. बच्चों को मुख से यह शब्द भी नहीं बोलना चाहिए कि अटेंशन है പ്രാക്ടീസ് करेंगे. അപ്പോൾ കുട്ടികളുടെ മുഖത്തു നിന്നും ഇങ്ങനെയുള്ള ശബ്ദം തന്നെ വരാൻ പാടില്ല. ബാബ ശ്രദ്ധയുണ്ട്, ഇനി അത് പ്രാക്ടീസ് ചെയ്യാം. അഭി വഹ് സ്ഥിതി ബി പാർ ഹോ ഗയി. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ കഴിഞ്ഞു പോയി. അതായത് ശ്രദ്ധയുണ്ട്, ഇനി ഞാനത് പ്രാക്ടീസ് ചെയ്യാം, എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാനത് ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ സ്ഥിതിയും കഴിഞ്ഞു പോയി, ആ സമയം കഴിഞ്ഞു പോയി എന്ന് ബാബ പറയുകയാണ്. അബീത്തോ ജോ സങ്കൽപ്പ് ഹോ വഹ് കർമ്മഹു. ഇപ്പോൾ പിന്നെ സങ്കല്പം ഏതാണോ അതുതന്നെ ആയിരിക്കണം കർമ്മം. संकल्प और कर्म में अंतर नहीं होना चाहिए. സങ്കല്പവും കർമ്മവും തമ്മിൽ അന്തരം ഉണ്ടാകരുത്. വഹ് ബച്പൻ കി ബാത്തേ. അത് കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. संकल्प करना, प्लान्स बनाना, फिर उस पर चलना, अब वह दिन नहीं. സങ്കൽപ്പിക്കുക, പിന്നെ പ്ലാനുകൾ ഉണ്ടാക്കുക, പിന്നെ അതനുസരിച്ച് നടക്കുക, ഇപ്പോൾ അതിനുള്ള ദിവസങ്ങളല്ല എന്ന്. അപ്പോൾ പഠായി കഹാൻ തക് പഹുഞ്ചി. ഇപ്പോൾ പഠിത്തം എവിടം വരെ എത്തി. അബ് തോ അന്തിം സ്റ്റേജ് പർ. ഇപ്പോഴന്തിമ സ്റ്റേജിലാണ് എന്ന് ബാബു പറയാണ്. महारथीपन के क्या गुण और कर्तव्य होते हैं इसको भी ध्यान देना है. മഹാരഥികളുടെ ഗുണവും അതുപോലെ കർത്തവ്യവും എന്താണ്, ഇതിലും ശ്രദ്ധ കൊടുക്കണം. आज वही सुनाने और अंतिम स्थिति के स्वरूप का साक्षात्कार कराने आए हैं. ഇന്ന് അത് കേൾപ്പിക്കുന്നതിനും അന്തിമസ്ഥിതിയുടെ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിനുമാണ് വന്നത്. അപ്പോൾ ബാബ ഇന്ന് പ്രത്യേകിച്ചും വന്നത് കുട്ടികളുടെ അവസ്ഥ അത്രയും ഉയർന്ന ഒരവസ്ഥ, അതായത് സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഒരവസ്ഥ, അതായത് അന്തിമസ്ഥിതി എങ്ങനെയായിരിക്കണം അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നത്. അതുകൊണ്ടാണ് ബാബ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്, ഇന്ന് ശബ്ദത്തിൽ വരണോ അതോ ശബ്ദത്തിനുപരിയായിട്ടുള്ള സ്ഥിതിയിലിരിക്കണോ? രണ്ടും ഒരേപോലെ സാധിക്കുമോ? ശബ്ദത്തിൽ വന്നുകൊണ്ടും നിശബ്ദതയുടെ അവസ്ഥയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് ബാബ ചോദിച്ചതിൻ്റെ സാരം തന്നെ ഇതാണ്. കാരണം അന്തിമ സ്റ്റേജ് എന്താണെന്നുള്ളത് നമ്മളെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. सर्विसेबल क्या कर सकते हैं, क्या नहीं कर सकते हैं, क्या कह सकते हैं, क्या नहीं कह सकते हैं. അപ്പോൾ സർവീസബിളായിട്ടുള്ളവർ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയുകയില്ല, എന്ത് പറയാൻ കഴിയും, എന്ത് പറയാൻ കഴിയുകയില്ല. अब से धारणा करने से ही अंतिम मूर्त बनेंगे. साकार सबूत देखा न.
प्रैक्टिस और प्रैक्टिकल एक समान था कि अलग अलग था. അപ്പം ബാബ പറയുകയാണ്, ഇപ്പോഴേ ധാരണ ചെയ്യുന്നതിലൂടെ മാത്രമേ അന്തിം മൂർത്ത് ആകുകയുള്ളൂ. സാകാരത്തിൽ സബൂത്ത് തെളിവ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. പ്രാക്ടീസും പ്രാക്ടിക്കലും സമാനമായിരുന്നോ അതോ വേറെ വേറെ ആയിരുന്നു? ബാബ ചോദിക്കുകയാണ്, ബ്രഹ്മ ബാബയെ നിങ്ങൾ കണ്ടിരുന്നതാണല്ലോ, ശരിക്കും തെളിവായിരുന്നല്ലോ. അപ്പോൾ ബാബയുടെ പ്രാക്ടീസും പ്രാക്ടിക്കലും വേറെ വേറെയാണോ നിങ്ങൾ കണ്ടത്, അതോ പ്രാക്ടീസും പ്രാക്ടിക്കലും ഒപ്പം കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ബാബ. ഒരേ സമയത്ത് രണ്ടും സമാനമായിട്ട് കണ്ടിരുന്നല്ലോ. അപ്പോൾ അതാണ് തെളിവ്. ജോ സോച്ച് വഹി കർമ്മ ഥ, എന്തായിരുന്നോ ചിന്ത അതുതന്നെയായിരുന്നു കർമ്മവും. ബച്ചോं का കർത്തവ്യ ഹി ഹേ ഫോളോ കർന, കുട്ടികളുടെ കർത്തവ്യം തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പാവ് കെ ഊപ്പർ പാവ്, ചുവടിന്മേൽ ചുവട് വയ്ക്കുക. ഫുൾ സ്റ്റോപ്പ് ലേനെ കാ അർത്ഥ ഹി ഹേ പാവ് പർ പാവ്, ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ചുവടിന്മേൽ ചുവട് വയ്ക്കുക. ജൈസേക്ക് വൈസേ ഫോളോ കരേങ്കി, എങ്ങനെയാണോ അതേപോലെ ഫോളോ ചെയ്യുക. വഹ് സ്റ്റേജ് കബായെങ്കി, ആ സ്റ്റേജ് എപ്പോൾ വരും? ബാബ ഏതുപോലെ ചുവടുകൾ വെച്ചോ അതേപോലെ തന്നെ കുട്ടികളും ചുവട് വയ്ക്കുക. അതിനെ തന്നെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രാക്ടിക്കൽ കുട്ടികൾ അങ്ങനെയൊരു അവസ്ഥയിൽ എപ്പോൾ വരും? ബാബയുടെ ചുവടിന്മേൽ തന്നെ ഓരോരോ ചുവട് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ അവസ്ഥ അതെന്ന് വരും എന്ന് ബാബ ചോദിക്കുകയാണ്. മഹാരഥിയോ കി മുഖ് സേ കബ് ശബ്ദ് ഭി നഹി നികലേഗ, എപ്പോൾ എന്നുള്ള ശബ്ദവും മഹാരഥിയുടെ മുഖത്തിൽ നിന്നും വരാൻ പാടില്ല. കബ് കരേങ്കെ വ അബ് കരേങ്കെ, എപ്പോഴെങ്കിലും ചെയ്യാം എന്നാണോ അതോ ഇപ്പോൾ ചെയ്യാം എന്നാണോ? കബ് ശബ്ദ് ശോഭതാനഹി, ചെയ്യാം എപ്പോഴെങ്കിലും, അങ്ങനെ ഉപയോഗിക്കുന്നത് ശോഭനീയമല്ല. കബ് ശബ്ദ് ഹി കംജോരി സിദ്ധ കർത്താ ഹെ, എപ്പോഴെങ്കിലും ചെയ്യുക എന്നുള്ള ആ ശബ്ദം തൻ്റെ കുറവിനെ അവിടെ തെളിയിക്കുകയാണ്. ഏക് ഹോത്ത കർക്കെ ഹി ദിഖായെങ്കിൽ ഏക് ഹോത്ത ഹെ ഹാ കരേങ്കെ സോച്ചേങ്കെ, അതായത് ഒന്നുണ്ട് ചെയ്ത് കാണിക്കും, മറ്റൊന്നുണ്ട് ചെയ്യാം, ചിന്തിക്കും, ആ ധൈര്യമുണ്ട് എന്ന് പറയാം. ഹിമ്മത്ത് ഹേ ലേക്കിൻ ഫെയ്ത്ത് നെഹി, ധൈര്യമുണ്ട് പക്ഷെ വിശ്വാസമില്ല. ഫെയ്ത്ത്ഫുൾ കെ ബോൽ ഐസെ നെഹി ഹോത്തെ, നോക്കാം ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ വിശ്വാസമുള്ളവർ പറയുകയില്ല എന്ന് ബാബ പറയാണ്. ഫെയ്ത്ത്ഫുൾ കാ അർത്ഥ ഹി ഹേ നിശ്ചയബുദ്ധി, വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നിശ്ചയബുദ്ധി എന്നാണ്. മൻ വചൻ കർമ്മ ഹർ ബാത്ത് മേ നിശ്ചയബുദ്ധി, മനസ്സ വാച കർമ്മണ ഓരോ കാര്യത്തിലും നിശ്ചയബുദ്ധി. സിർഫ് ജ്ഞാൻ और बाप का परिचय इतने तक നിശ്ചയബുദ്ധി नहीं, ജ്ഞാനവും അതുപോലെ ബാബയുടെ പരിചയവും ഇത്രയും വരെ പോരാ നിശ്ചയബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലേക്കിൻ ഉൻകാ സങ്കൽപ്പ് ഭി നിശ്ചയബുദ്ധി, വാണി മേ ഭി നിശ്ചയ, കബീ ഭി കോയി ബോൽ ഹിമ്മത്ത് ഹീൻ കാ നഹി, എന്നാൽ അവരുടെ സങ്കല്പവും പൂർണ്ണ നിശ്ചയബുദ്ധി, ശബ്ദത്തിലും ആ നിശ്ചയം ഉണ്ടാവും. ഒരിക്കലും അവരുടെ ശബ്ദത്തിൽ ധൈര്യക്കുറവ് കാണുകയില്ല. ഉസ്കോ കഹാ ജാത്താ ഹെ മഹാരഥി, അങ്ങനെയുള്ളവരെയാണ് മഹാരഥി എന്ന് പറയുന്നത്. മഹാരഥി കാ അർത്ഥ ഹി ഹേ മഹാൻ, മഹാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ മഹാൻ. അപ്പം ബാബ പറയുകയാണ്, അതായത് ധൈര്യമുണ്ട് പക്ഷേ വിശ്വാസമില്ല ചില കുട്ടികൾക്ക്.
അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നോക്കാം, ചെയ്യാം എന്ന്. ഇപ്പം ശരിക്കും നിശ്ചയബുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സ വാച കർമ്മണ നിശ്ചയബുദ്ധി. ജ്ഞാനത്തിൽ മാത്രം നിശ്ചയം, ഭാവയിൽ മാത്രം നിശ്ചയം പോരാ. അതായത് ഓരോ സങ്കല്പത്തിലും നിശ്ചയം, അതുപോലെ ശബ്ദങ്ങളിലും നിശ്ചയം. ആ ധൈര്യക്കുറവിൻ്റെ ഒരു ശബ്ദവും മഹാരഥികളുടെ വായിൽ നിന്നും വരികയില്ല. അപ്പോൾ മഹാരഥി അർത്ഥം മഹാൻ എന്ന ഭാവം ഓർമ്മിപ്പിക്കുകയാണ്. ആപ്പുമേ ക്യാ പ്ലാൻ ബനായ ഹെ. ബാബ ചോദിക്കുക, നിങ്ങളില്ല എന്തെല്ലാം പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഐസാ പ്ലാൻ ബനായ ജോ ഇസ് പ്ലാൻ സെ നയി ദുനിയാ കാ പ്ലാൻ പ്രാക്ടിക്കൽ മേ ഹോ ജായേ. അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കിയോ ഈ പ്ലാനിലൂടെ പുതിയ ലോകത്തിൻ്റെ പ്ലാൻ പ്രാക്ടിക്കൽ വരിക. नई दुनिया का प्लान प्रैक्टिकल में आना अर्थात पुरानी दुनिया की कोई भी बात फिर से प्रैक्टिकल में न आए. അപ്പോൾ പുതിയ ലോകത്തിൻ്റെ പ്ലാൻ പ്രാക്ടിക്കൽ വരിക അർത്ഥം പഴയ ലോകത്തിൻ്റെ ഒരു കാര്യവും വീണ്ടും പ്രാക്ടിക്കൽ വരാതിരിക്കുക. അപ്പം ബാബു പറയുകയാണ്, പുതിയ കാര്യങ്ങൾ, പുതിയ ലോകത്തേക്ക് വേണ്ടി കുട്ടികൾ എന്തെല്ലാം പ്ലാനാണ് പ്രാക്ടിക്കൽ കൊണ്ടുവരുന്നത്, എന്താണ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ ലോകത്തിൻ്റെ പ്ലാൻ പ്രാക്ടിക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പഴയ ലോകത്തിലെ ഒരു കാര്യവും പ്രാക്ടിക്കൽ വരരുത്. സബ് ലോഗ് കേത്തെ. അപ്പം എല്ലാവരും പറയുന്നുണ്ട്. फिर कोई मन में कहते हैं, कोई मुख से कहते हैं कि प्लान्स तो बहुत बनते हैं, अब प्रैक्टिकल में देखें. അപ്പം ചിലർ മനസ്സിൽ പറയുന്നുണ്ട്, ചിലർ മുഖത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. പ്ലാനുകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പ്രാക്ടിക്കലൊന്ന് കാണട്ടെ. ലേക്കിൻ യഹ് സങ്കൽപ്പ് ഭി സദാ കേ ലിയേ മിഠാന യഹ് മഹാരഥി കാ കാം ഹെ. ഈ സങ്കല്പം തന്നെ സദാകാലത്തേക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് മഹാരഥികളുടെ കടമ, കർത്തവ്യം. सभी की नज़र अभी मधुबन में विशेष मुख्य रत्नों पर है. എല്ലാവരുടെയും ദൃഷ്ടി മധുബനിലെ മുഖ്യ രത്നങ്ങളുടെ മേലാണ്. तो उस नज़र में ऐसा दिखाना है जो उनकी नज़र आप लोगों की बदली हुई नज़रों को ही देखे. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ കാണപ്പെടണം. അതായത് പരിവർത്തനപ്പെട്ട നിങ്ങളുടെ ദൃഷ്ടികളാണ് അവർ കാണേണ്ടത്. ബാബു പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, മഹാരഥികൾ, അതായത് പ്രത്യേകിച്ചും ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് മധുബനിലെ മഹാരഥികളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഏത് ദൃഷ്ടിയിലൂടെയാണോ മഹാരഥികളെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് ഭാവനയിലാണോ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ കുട്ടികളുടെ ദൃഷ്ടിയിൽ മാറ്റം വരണം. അങ്ങനെ തന്നെ അവർക്കത് കാണപ്പെടണം നിങ്ങളുടെ ദൃഷ്ടി എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. തോ അബ് വഹ് പുരാനി നസർ നെഹി പുരാനി വൃത്തി നെഹി. ഇപ്പോൾ ആ പഴയ ദൃഷ്ടിയല്ല, ആ പഴയ ഭാവനകളും ആകരുത്. തബ് അന്തിം നസാര ബജേഗ. അപ്പോഴേ അന്തിമ പെരുമ്പറ മുഴങ്ങുകയുള്ളൂ. ബാബു പറയാണ്, യഹ് സംഘടൻ കോമൺ നഹി ഹെ, യഹ് സംഘടൻ കമാൽ കാ ഹെ. ബാബയുടെ മുന്നിലിരിക്കുന്ന സംഘടന, അതായത് ഗ്രൂപ്പ്, സാധാരണ ഒരു ഗ്രൂപ്പല്ല ഇരിക്കുന്നത്, ഇത് വളരെ അത്ഭുതം ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ന് പറയാണ്. ഇസ് സംഘടൻ സെ ഐസാ സ്വരൂപ് ബൻകർ നിക്കൽന ഹെ जो सभी को साक्षात बाप दादा के ही बोल महसूस हो. അതായത് ഈ സംഘടനയിൽ നിന്ന് അങ്ങനെ സ്വരൂപമായിട്ട് പുറത്തു വരണം. അതായത് എല്ലാവർക്കും സാക്ഷാത് ബാബ്ദാദയുടെ ശബ്ദമായിട്ട് തന്നെ തോന്നണം. അതായത് ബാബയുടെ ശബ്ദം എങ്ങനെയാണോ അതേപോലെ തന്നെ കുട്ടികളുടെയും ശബ്ദമായി മാറണം. അത്രയും പരിവർത്തനപ്പെടണം, സാക്ഷാൽ മാറ്റം വരണം എന്ന് ബാബ പറയുകയാണ്. बाप दादा के संस्कार सभी के संस्कारों में देखने में आए. ബാബ്ദാദയുടെ സംസ്കാരം അത് എന്താണോ അതെല്ലാവരിലും കാണപ്പെടണം എന്ന് പറയുകയാണ്. അപ്പനെ സംസ്കാരനെ,
നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരമല്ല മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കാണപ്പെടേണ്ടത്. ബാബയുടെ സംസ്കാരം എന്താണ് അത് നമ്മൾ ഓരോരുത്തരിലൂടെയും മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാകണം. सभी संस्कारों को मिटाकर कौन से संस्कार भरने हैं? എല്ലാ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ഏത് സംസ്കാരമാണ് നിറയ്ക്കേണ്ടത്? ബാപ്ദാദയുടെ സംസ്കാരമാണ്. तो सभी को साक्षात्कार हो कि यह साक्षात बाप दादा बनकर ही निकले. അപ്പോൾ എല്ലാവർക്കും ഈ സാക്ഷാത്കാരം ഉണ്ടാകണം. ഇവർ സാക്ഷാത് ബാപ്ദാദയെ പോലെ ആയിട്ടാണ് വന്നത്. ഇതെല്ലാവരും മധുബനിൽ പോയിരിക്കുകയാണ്, മധുബനിലിരിക്കുകയാണ്, ബാപ്ദാദയുടെ അടുത്തിരിക്കുകയാണ്. അപ്പം ബാബ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് സാക്ഷാൽ ബാപ്ദാദയായിട്ട് വേണം തിരിച്ചു പോകാൻ. അതായത് ഇവരിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മളെ കാണുന്നവർ പറയണം, അവർക്ക് അനുഭവം ഉണ്ടാകണം എന്ന് പറയുകയാണ്. ഐസ സബീക്കോ കരാന ഹെ, അങ്ങനെ എല്ലാവരെ കൊണ്ട് അനുഭവം ചെയ്യിക്കണം. कोई भी पुराना संकल्प व संस्कार सामने आए ही नहीं. പഴയ ഒരു സംസ്കാരമോ സങ്കല്പമോ മുന്നിൽ വരാൻ തന്നെ പാടില്ല. പഹലെ യഹ് ഭേണ്ട് കരോ യഹ് ബാപ്ദാദാ കെ സംസ്കാർ ഹെ. അപ്പോൾ ആദ്യം ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഈ എന്നിൽ വന്ന ഈ സംസ്കാരം അത് ബാപ്ദാദയുടെ സംസ്കാരം തന്നെയാണോ, ബാബ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒന്ന് താരതമ്യം ആദ്യമേ ചെയ്തു നോക്കണം. अगर बाप दादा के संस्कार नहीं तो उन संस्कारों को टच भी नहीं करो. അഥവാ ബാപ്ദാദയുടെ സംസ്കാരം അല്ല എങ്കിൽ ആ സംസ്കാരങ്ങളെ ടച്ച് പോലും ചെയ്യരുത്. ബുദ്ധി മേ സങ്കല്പ രൂപ സേ ഭി ടച്ച് ന ഹോ. ബുദ്ധിയിലെ സങ്കല്പ രൂപത്തിൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. जैसे क्रिमिनल चीज़ को टच नहीं करते हो वैसे ही अगर बाप दादा के समान संस्कार नहीं है तो उन संस्कारों को भी टच नहीं करना है. ഏതുപോലെ ക്രിമിനലായിട്ടുള്ള വസ്തുവിനെ ടച്ച് ചെയ്യുന്നില്ലല്ലോ അതേപോലെ ബാപ്ദാദയ്ക്ക് സമാനമായിട്ടുള്ള സംസ്കാരമല്ല എങ്കിൽ ആ സംസ്കാരങ്ങളെയും ടച്ച് ചെയ്യാൻ പാടില്ല. जैसे नियम रखते हो ना कि यह नहीं करना है तो फिर भले क्या भी परिस्थिति आती है लेकिन वह आप नहीं करते हो. അപ്പോൾ ഏതുപോലെ നിയമം വയ്ക്കുന്നുണ്ടല്ലോ ഇത് ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ എന്ത് പരിതസ്ഥിതി വന്നിരുന്നാലും നിങ്ങൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ബാബ നമുക്ക് തന്നിരിക്കുന്ന ചില നിയമങ്ങൾ, അതായത് എന്ത് തന്നെ പരിതസ്ഥിതികൾ വന്നിരുന്നാലും ശരി തന്നെ നമ്മൾ നിയമം തെറ്റിക്കാറില്ല. അപ്പം അതേപോലെ തന്നെ ബാബ പറയുകയാണ്, ബാബയുടെ സംസ്കാരം അല്ല എങ്കിൽ നിങ്ങൾ ആ സംസ്കാരത്തെ ടച്ച് പോലും ചെയ്യാൻ പാടില്ല. പരിസ്ഥിതി കാ സാമന കർത്തേ ഹോ ക്യോങ്കി ലക്ഷ്യ ഹേ യഹ് കർണ ഹേ. അപ്പോൾ വരുന്ന പരിതസ്ഥിതികളെ തരണം ചെയ്യുകയാണ് ചെയ്യുന്നത്, കാരണം ലക്ഷ്യമുണ്ട് എനിക്കിത് ചെയ്യണം എന്നുള്ളത്. वैसे ही जो अपने संस्कार बाप दादा के समान नहीं हैं उनको बिल्कुल टच करना नहीं है. അപ്പോൾ അതേപോലെ തൻ്റെ സംസ്കാരം ഏതാണോ ബാപ്ദാദയ്ക്ക് സമാനമല്ലാത്തത് ആ സംസ്കാരത്തെ ടച്ച് പോലും ചെയ്യാൻ പാടില്ല. ഐസേ സംജു, അങ്ങനെ എപ്പോഴും മനസ്സിലാക്കണം. ദേഹ और देह के संबंध देह सीढ़ी तो चढ़ चुके हैं. ദേഹവും ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെയും പടികൾ നിങ്ങൾ കയറിക്കഴിഞ്ഞു എന്ന്. ലേക്കിൻ അബ് ബുദ്ധിമേ ഭി സംസ്കാർ എമർജ് ന ഹോ. എന്നാൽ ഇപ്പോൾ ബുദ്ധിയിൽ പോലും ആ സംസ്കാരം പ്രത്യക്ഷത്തിൽ വരാൻ പാടില്ല. ദേഹത്തിൻ്റെയും ദേഹസംബന്ധത്തിൻ്റെയും കയറിയ പടികളെക്കുറിച്ച് ലേശം പോലും ഓർക്കാൻ പാടില്ല എന്ന് ബാബ പറയുകയാണ്. ജൈസേ സംസ്കാർ ഹോങ്കെ വൈസാ സ്വരൂപ് ഹോങ്ക. എങ്ങനെയുള്ള സംസ്കാരമാണോ അതിനനുസരിച്ചുള്ള സ്വരൂപം ഉണ്ടാകും. കിസ്കെ സംസ്കാർ സരൾ മധുർ ഹോത്തേ ഹേ തോ വഹ് സംസ്കാർ സ്വരൂപമേ ആത്തേ ഹേ. അപ്പം ചിലരുടെ സംസ്കാരം സരളവും മധുരവുമാണ് എങ്കിൽ ആ സംസ്കാരം സ്വരൂപത്തിൽ വരും.
जब संस्कार बाप दादा के समान बन जाएंगे तो बाप दादा के स्वरूप सभी को देखने आएंगे. എപ്പോഴാണോ സംസ്കാരം ബാപ്ദാദായ്ക്ക് സമാനമായി തീരുന്നത് അപ്പോൾ പിന്നെ ബാപ്ദാദായുടെ സ്വരൂപം എല്ലാവർക്കും കാണാൻ കഴിയും. ബാബയുടെ സ്വരൂപം എങ്ങനെയാണോ, ബാബയുടെ സംസ്കാരം എങ്ങനെയാണോ അതേപോലെ നമ്മുടെ സംസ്കാരം ആയി തീരുമ്പോൾ നമ്മളിലൂടെ പിന്നെ ബാപ്ദാദായുടെ ഗുണങ്ങൾ പ്രത്യക്ഷമാകും എന്ന് ബാബ പറയുകയാണ്. ഓം ശാന്തി.